ട്രഡീഷണൽ പാരൻറ്റിങ് വേഴ്സസ് ജെൻറ്റിൽ പാരൻറ്റിങ് അല്ലെങ്കിൽ കോൺഷ്യസ് പാരൻറ്റിങ്, എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നറിയാമോ? നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുമെന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. പണ്ടത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തിലും ഒക്കെ ഈ ട്രഡീഷണൽ പാരൻറ്റിങ്ങും ജെൻറ്റിൽ പാരൻറ്റിങ്ങും ആണ്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വിചാരിക്കരുത്, അയ്യോ പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ചെയ്യുന്നതാണ് ജെൻറ്റിൽ അല്ലെങ്കിൽ അന്നത്തെയാണ് ട്രഡീഷണൽ. നോ 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 നോ. ഈ കാലഘട്ടത്തിലും ദർ ആർ ടു ടൈപ്സ് ഓഫ് പാരൻസ്, ട്രഡീഷണൽ ആൻഡ് ജെൻറ്റിൽ. നമുക്കൊന്ന് നോക്കാം. ട്രഡീഷണൽ പാരൻറ്റിങ് വേഴ്സസ് ജെൻറ്റിൽ പാരൻറ്റിങ്. നമ്പർ 1, ട്രഡീഷണൽ പാരൻസ് പറയും, നീ എന്നോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യണ്ടേ, ഞങ്ങൾക്കറിയാം എന്താണ് ശരി, ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഇതാണ് ട്രഡീഷണൽ പാരൻസ് പറയുക. ഓൺ ദി അതർ ഹാൻഡ് ജെൻറ്റിൽ പാരൻസ് പറയും, നിനക്കും ഇവിടെ ഒപ്പീനിയൻ ഉണ്ട്, ഞങ്ങൾ പറയുന്നത് മാത്രം ശരിയാവണം എന്നില്ല, നിനക്ക് നിൻ്റെ വോയിസ് റേസ് ചെയ്യാം, നീ പറയുന്നതിലും ശരിയുണ്ട് തെറ്റുണ്ട്. നമ്പർ 2, രണ്ടടി പൊട്ടിച്ചാൽ മാത്രമേ ഈ ചെറുക്ക ശരിയാവത്തുള്ളൂ, എത്ര പറഞ്ഞാലും കേൾക്കൂല, ശിക്ഷ കിട്ടിയാൽ മാത്രമേ കുട്ടികൾ രക്ഷപ്പെടൂ. ഇതാണ് ട്രഡീഷണൽ പാരൻറ്റിങ്. നേരെ മറിച്ച് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ എന്താ പറയുക, പണിഷ്മെൻറ്റ് അത്ര വലിയ മാൻഡേറ്ററി ഒന്നുമല്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം ശരിയാവണം എന്നില്ല, പണിഷ്മെൻ്റ് ഇല്ലാതെയും കളിയിലൂടെയും ചിരിയിലൂടെയും നമുക്ക് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാം. ഓക്കെ. നമ്പർ 3, കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന പാരൻസ് ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ടേക്കിംഗ് അപ്പ് എ കോഴ്സ്, ചൂസിങ് എ സ്കൂൾ, കുട്ടിയുടെ എന്തൊരു കരിക്കുലർ ആക്ടിവിറ്റീസും ഇതെല്ലാം കുഞ്ഞിനോട് ചോദിക്കാതെ അവർ തന്നെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ that belongs to a traditional parenting. മറിച്ച് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ ഇവിടെ കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിൻ്റെ ലൈഫാണ്, ഞങ്ങൾ ഇവിടെ ഒരു ഗൈഡിങ് ഫോഴ്സായിട്ട് മാത്രം നിൽക്കുന്നു, നിനക്ക് ചൂസ് ചെയ്യാം, നിൻ്റെ ലൈഫാണ്, നിനക്ക് തെറ്റ് ചെയ്ത് ശരി ചെയ്തെന്ന് കാണിച്ചു തരുന്നത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. നെക്സ്റ്റ്, അച്ഛനമ്മമാർക്ക് ഒരിക്കലും തെറ്റ് പറ്റൂല, ഞങ്ങൾ സോറി പറയത്തുമില്ല, ഞങ്ങൾ എപ്പോഴും ശരിയാണ്, ഞങ്ങൾ പറഞ്ഞ നീ അങ്ങ് കേട്ടാൽ മതി. ട്രഡീഷണൽ പാരൻറ്റിങ്. മറിച്ച് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ പറയും, ഞങ്ങൾക്ക് തെറ്റ് പറ്റാം, തെറ്റ് പറ്റുമ്പോൾ അത് ഓപ്പണായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, എനിക്കും തെറ്റ് പറ്റാം നിന്നെ പോലെ. നെക്സ്റ്റ്, ട്രഡീഷണൽ പാരൻറ്റിങ്ങിൻ്റെ ഒരു വ്യൂവിൽ പൊളൈറ്റായി സൈലൻ്റായി പറഞ്ഞാൽ എല്ലാം കേൾക്കുന്ന ഒരു കിഡാണ് നല്ല കുട്ടി, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ നല്ല പാരൻസ് ആവുന്നത്. മറിച്ച് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ പറയും, കുട്ടികളല്ലേ, അവർക്ക് വഴക്കിടാം, ടാൻഡ്രംസ് ഉണ്ടാവാം, അക്രമം കാണിക്കാം, പല മൂഡിലൂടെയും പോകാം, കുഴപ്പമില്ല, വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. Now the last one, പഠിത്തമാണ് വേറെ എന്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ്. പഠിത്തത്തിന് അക്കാഡമിക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ട്രഡീഷണൽ പാരൻറ്റിങ്ങിൽ ഫോളോ ചെയ്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ജെൻറ്റിൽ പാരൻറ്റിങ് എലോങ് വിത്ത് ദിയർ സ്റ്റഡീസ് അവർ വേറെ പല കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. സ്റ്റഡീസ് കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ഒരു കുട്ടീനെ ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ ഗ്രേഡ് ചെയ്യില്ല. ഞാനിതിപ്പോൾ പറയാനുള്ള കാര്യം, ഒരുപക്ഷെ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ട്രഡീഷണൽ പാരൻറ്റിങ് ആയിരുന്നിരിക്കാം ഫോളോ ചെയ്തത്. ബിക്കോസ് അന്ന് അത്രയും വലിയൊരു ഈ പറഞ്ഞതുപോലെ കോഴ്സുകളിൽ പോലും ഒരുപാട് വെറൈറ്റീസോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും നിങ്ങൾ ഒരു ട്രഡീഷണൽ പാരൻറ്റിങ് ആയിട്ടാണ് നിങ്ങളുടെ സ്റ്റൈല്, നിങ്ങൾ ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടി അധികം താമസിക്കാതെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള ഒരു കുട്ടിയാവാൻ സാധ്യതയുണ്ട്. കാര്യം അവനോ അവൾക്കോ ഒപ്പീനിയൻ ഇല്ലാതെ എന്ത് പറയുന്നതും കേൾക്കുക മാത്രം, തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റാതെ എല്ലാം അമക്കി വെച്ച് എല്ലാ അഭിപ്രായങ്ങളും ഉള്ളിലൊതുക്കി വെച്ച് കേൾക്കുക, ഒബേ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം നീങ്ങുമ്പോൾ ലൈഫിൽ അവനോ അല്ലെങ്കിൽ അവൾക്കോ കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് അതിലേക്ക് പോകാൻ പറ്റില്ല, പിന്നീട് അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ലൈഫിനെയും ഒരുപാട് കാര്യത്തിനെയും അത് ബാധിക്കും. സോ ഇഫ് ഇൻ കേസ് നിങ്ങൾ തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക, ഇഫ് യു ഫീൽ യു ആർ എ ട്രഡീഷണൽ പാരൻറ്റ്, സീക്ക് എ ഹെൽപ്പ് and move to gentle parenting for bright and prosperous future of your child.